Welcome back to my channel English Grammar Teaching and Learning. Today we will continue model auxiliary verbs. നിങ്ങൾ ടെസ്റ്റിൽ ആദ്യത്തെ ഐറ്റമായ വില്ലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വില്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് കോളം മോഡൽ ഓക്സിലറി, സെക്കൻഡ് ഫങ്ഷൻസ്, തേർഡ് യൂസ്ഡ് ഇൻ മീനിങ്ഫുൾ സെൻറ്റൻസസ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിൽ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്? ടെസ്റ്റിൽ തന്നതനുസരിച്ച് മേക്കിംഗ് പ്രഡിക്ഷൻസ്. ഇപ്പോൾ വിൽ ഈസ് യൂസ്ഡ് ഫോർ ദി ഫോളോയിങ് ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ മേക്കിംഗ് പ്രഡിക്ഷൻസ്, പ്രവചനങ്ങൾ നടത്താൻ. ഓഫറിങ് ടു ഡു സംതിങ്, ഒരു ഓഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനത് ചെയ്യാം, നിന്നെ സഹായിക്കാം എന്നൊക്കെ പറയുന്ന പോലെ. എക്സ്പ്രസിങ് ഡിറ്റർമിനേഷൻ, ഒരു തീരുമാനം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. മേക്കിംഗ് എ ഫോമൽ റിക്വസ്റ്റ്, ഒരു ഫോമൽ റിക്വസ്റ്റിന് വേണ്ടി. ഡിനോട്ടിങ് ഫ്യൂച്ചറിറ്റിയെ കാണിക്കാൻ വേണ്ടി. ഇനി സെൻറ്റൻസ് നോക്കാം. മേക്കിംഗ് പ്രഡിക്ഷൻസ്. ഇറ്റ് വിൽ റെയിൻ ഇൻ ദി ഈവനിങ്, മഴ വൈകുന്നേരം പെയ്യും. ഇറ്റ് വിൽ റെയിൻ ഇൻ ദി ഈവനിങ്, അതാണ് ആദ്യത്തെ സെൻറ്റൻസ്. ഓഫറിങ് ടു ഡു സംതിങ് ടാസ്ക്. ഐ വിൽ ഹെൽപ്പ് യു കംപ്ലീറ്റ് ദിസ്, ഞാൻ നിന്നെ സഹായിക്കാം, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ, ഇത് പൂർത്തീകരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ അവിടെ ഓഫറിങ് ടു ഡു സംതിങ് ടാസ്ക്. അടുത്ത എക്സ്പ്രസിങ് ഡിറ്റർമിനേഷൻ, ഒരു തീരുമാനത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. ഐ വിൽ സ്പീക്ക് ടു ഹിം ടുമോറോ, ഞാൻ നാളെ അവനോട് സംസാരിക്കും. ഐ വിൽ സ്പീക്ക് ടു ഹിം ടുമോറോ, നാളെ ഞാൻ അവനോട് സംസാരിക്കും. അതാണ് എക്സ്പ്രസിങ് ഡിറ്റർമിനേഷൻ. അടുത്തത് മേക്കിംഗ് എ ഫോമൽ റിക്വസ്റ്റ്, ഒരു ഫോമൽ റിക്വസ്റ്റിന് വേണ്ടി. വിൽ യു ഓപ്പൺ ദി വിൻഡോ പ്ലീസ്, ദയവായി ആ കഥ ഒന്ന് തുറക്കൂ. അപ്പോൾ വിൽ യു ഓപ്പൺ ദി വിൻഡോ പ്ലീസ്, മേക്കിംഗ് ഫോമൽ റിക്വസ്റ്റ്. ഡിനോട്ടിങ് ഫ്യൂച്ചർ, ഒരു ഫ്യൂച്ചറിറ്റിയെ കാണിക്കാൻ വേണ്ടി. ദി ട്രെയിൻ വിൽ ലീവ് അറ്റ് 4 o'clock, കൃത്യം 4 മണിക്ക് എന്ത് ചെയ്യും? ട്രെയിൻ പുറപ്പെടും. ഇതാണ് നിങ്ങൾ ടെസ്റ്റിൽ തന്നിട്ടുള്ള എക്സാമ്പിൾസ്. ഇനി നമുക്ക് ഇത് കൂടാതെ വരുന്ന 1-2 കേസുകളുണ്ട്, 3 കേസ് അതുകൂടെ ഒന്ന് പഠിക്കാം. Will, in order to use a promise, threat and willingness. പ്രോമിസിനെ കാണിക്കാൻ വേണ്ടിയും ത്രെറ്റിനെ കാണിക്കാൻ വേണ്ടിയും വില്ലിങ്നെസ്സിനെ കാണിക്കാൻ വേണ്ടിയും നമ്മൾ വിൽ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ നോക്കാം. ഐ വിൽ ട്രൈ ടു ഗെറ്റ് യു എ ജോബ്, ഒരു ജോലിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ശ്രമിക്കും. ഐ വിൽ ട്രൈ ടു ഗെറ്റ് യു എ ജോബ്. രണ്ടാമത്തതോ ഐ വിൽ ടീച്ച് ഹിം എ ലെസൺ. അപ്പോൾ ആ പ്രോമിസിനെ കാണിക്കുന്നു. ഐ വിൽ ട്രൈ ടു ഗെറ്റ് യു എ ജോബ്, നിനക്കൊരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ എന്താണ്? മഴ പെയ്യും. ഇറ്റ് വിൽ റെയിൻ ഇൻ ദി ഈവനിങ്, വൈകുന്നേരം മഴ പെയ്യും. ഐ വിൽ ഹെൽപ്പ് യു കംപ്ലീറ്റ് ദിസ്, ഇത് പൂർത്തീകരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ സ്പീക്ക് ടു ഹിം ടുമോറോ, ഞാൻ അവനോട് നാളെ സംസാരിക്കും. വിൽ യു ഓപ്പൺ ദി വിൻഡോ പ്ലീസ്, കഥ ഒന്ന് തുറക്കോ. വിൽ യു ഓപ്പൺ ദി വിൻഡോ. അടുത്തത് ദയവായി കഥ ഒന്ന് തുറക്കൂ. ഡിനോട്ടിങ് ഫ്യൂച്ചർ, ദി ട്രെയിൻ വിൽ ലീവ് അറ്റ് 4 o'clock, ട്രെയിൻ 4 മണിക്ക് പുറപ്പെടും. അതുപോലെ ഐ വിൽ ട്രൈ ടു ഗെറ്റ് യു എ ജോബ്, ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. ഐ വിൽ ടീച്ച് ഹിം എ ലെസൺ, ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കും. ഓൾ റൈറ്റ്, ഐ വിൽ കം വിത്ത് യു. അപ്പോൾ ആദ്യത്തേത് പ്രോമിസ്, രണ്ടാമത്തത് ഒരു ത്രെട്ടിനെ കാണിക്കുന്നു, മൂന്നാമത്തത് വില്ലിങ്നെസ്. ഓൾ റൈറ്റ്, ഐ വിൽ കം വിത്ത് യു, ഞാൻ നിങ്ങളോടൊപ്പം വരും. ഓൾ റൈറ്റ്, ഐ വിൽ കം വിത്ത് യു, നിങ്ങളോടൊപ്പം വരും. അടുത്തത് വില്ലിങ്നെസ് ആണ്. വെൽ, ഇൻ ദാറ്റ് കേസ് വി വിൽ അറ്റൻഡ് ദി മീറ്റിംഗ്, ആ കാര്യത്തിൽ ഞങ്ങൾ മീറ്റിംഗിൽ പങ്കെടുക്കും. ഇനി ഇവിടെ ഫസ്റ്റ് പേഴ്സൺ, ഇനി ഒരു തേർഡ് പേഴ്സൺ. അപ്പോൾ അവിടെ ഡോക്ടർ റെഡ്ഡി ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ ഐ ആം ഷുവർ യു വിൽ പാസ് ഇൻ ദിസ് ടൈം, ഈ സമയം എന്തായാലും നീ ഈ സമയം പാസ്സാകും. യു വിൽ പാസ് ദിസ് ടൈം. അപ്പോൾ അവിടെ ഐ ആം ഷുവർ, എനിക്ക് തീർച്ചയുണ്ട് എന്ന്. ഐ ആം ഷുവർ യു വിൽ പാസ്, അവിടെ യു ആണ് സെക്കൻഡ് പേഴ്സൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെയും ടെക്സ്റ്റിൽ ആദ്യത്തെ സെൻറ്റൻസിൽ ഇറ്റ് വിൽ റെയിൻ ഇൻ ദി ഈവനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് തേർഡ് പേഴ്സൺ. ഐ വിൽ ഹെൽപ്പ് യു കംപ്ലീറ്റ് ദിസ് ഫസ്റ്റ് പേഴ്സൺ. ഐ വിൽ സ്പീക്ക് ടു ഹിം ടുമോറോ ഫസ്റ്റ് പേഴ്സൺ. വിൽ യു ഓപ്പൺ ദി വിൻഡോ സെക്കൻഡ് പേഴ്സൺ. ദ ട്രെയിൻ വിൽ ലീവ് അറ്റ് തേർഡ് പേഴ്സൺ. ഇതേ രീതിയിൽ നമ്മൾ വില്ലിനെ
ഈ രീതിയിലേക്ക് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് കം ടു വുഡ്. വുഡ് എന്ന് പറഞ്ഞാൽ വില്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് വുഡ്. വില്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് വുഡ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ വില്ല് ഉപയോഗിക്കുന്നു. നമുക്കറിയാം, ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വെർബ് എന്തായിരിക്കണം? കറസ്പോണ്ടിങ് പാസ്റ്റ് ഫോം ആയിരിക്കണം. പ്രസൻറ്റ് സിമ്പിൾ ബിക്കെയിം പാസ്റ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ബിക്കെയിം പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ബിക്കെയിം പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഫ്യൂച്ചർ സിമ്പിൾ ബിക്കെയിം ഫ്യൂച്ചർ പാസ്റ്റിലേക്ക് മാറുന്നു. അപ്പോൾ വില്ല് എന്തായി മാറുന്നു? വുഡായി മാറുന്നു. പിന്നെ അതിൽ ഒന്ന് ഇൻഡയറക്റ്റ് സ്പീച്ച്, രണ്ടാമത്തത് വില്ലിങ്നെസ്, ഒരു മനസ്സമ്മതം, മൂന്നാമത്തത് ഡിറ്റർമിനേഷൻ, നാലാമത്തത് കസ്റ്റമറി ആക്ഷൻ, അഞ്ചാമത്തത് എ വിഷ്, ആറാമത്തത് പൊളൈറ്റ് റിക്വസ്റ്റ്, ഏഴാമത്തത് ഇമ്പോസിബിൾ ഓർ ഇംപ്രൂവബിൾ കണ്ടീഷൻ. ഇങ്ങനെ 7 സ്ഥലങ്ങളിലാണ് സാധാരണയായിട്ട് വുഡ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇൻഡയറക്റ്റ് സ്പീച്ച്, അതിന് ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പോൾ രാമു സെഡ് ഐ വിൽ ഗോ. അപ്പോൾ രാമു സെഡ് ദാറ്റ് ഹി വുഡ് ഗോ. ഐ വിൽ ഗോ എന്നുള്ളത് എന്തായി മാറുന്നു? വില്ല് എന്തായിരുന്നു? വുഡ് ആവുന്നു. അതുപോലെ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഡോക്ടർ സെഡ് എന്താണ്? ഹി വിൽ വിസിറ്റ് എന്നുള്ളതാണ് എന്തായി മാറിയിരിക്കുന്നത്? ഹി വുഡ് വിസിറ്റ്. വില്ലിൻ്റെ പാസ്റ്റ് ഫോം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇതേ രീതിയിൽ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോഴേക്കും അതിൽ പാസ്റ്റ് ഫോം ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ കേസോ, രണ്ടാമത്തത് വില്ലിങ്നെസ് ആണ്, ഒരു മനസ്സമ്മതം. എന്താണ്? ആദ്യത്തേത് ദി മാനേജർ സെഡ് ദി ഓഫീസ് വിൽ ബി ക്ലോസ്ഡ്. അപ്പോൾ വുഡ് ബി ക്ലോസ്ഡ്. രണ്ടാമത്തത് വില്ലിങ്നെസ് ആണ്. വില്ലിങ്നെസ്, ദി ഡോക്ടർ സെഡ് ഹി വുഡ് വിസിറ്റ്. അപ്പോൾ ആ എക്സാമ്പിളിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദി മാനേജർ സെഡ് ദി ഓഫീസർ വിൽ ബി ദി ഓഫീസ് വിൽ ബി ക്ലോസ്ഡ് ഫ്രൈഡേയിൽ ഓഫീസ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നെ പറയാം, ദി മാനേജർ സെഡ് ദാറ്റ് ദി ഓഫീസ് വുഡ് ബി ക്ലോസ്ഡ് ഫ്രൈഡേ. വിൽ ബി എന്തായി മാറുന്നു? വുഡ് ബി ആയി മാറുന്നു. സെഡ് ദാറ്റ് ദി ഓഫീസ് വുഡ് ബി ക്ലോസ്ഡ്. ആദ്യത്തെ എക്സാമ്പിൾ അതാണ് ഇൻഡയറക്റ്റ്. അടുത്ത വില്ലിങ്നെസ് എന്ന് പറഞ്ഞാൽ ദി ഡോക്ടർ സെഡ് ഹി വുഡ് വിസിറ്റ് ദി പേഷ്യൻ്റ്. ഡോക്ടർ തയ്യാറാണ് എന്തിന്? പേഷ്യൻറ്റിനെ സന്ദർശിക്കാൻ തയ്യാറാണ്. ദി ഡോക്ടർ സെഡ് ഹി വുഡ് വിസിറ്റ് ദി പേഷ്യൻസ്. അടുത്തത് മൂന്നാമത്തെ എന്താണ്? ഡിറ്റർമിനേഷൻ, ഒരു തീരുമാനം. ഷീ വുഡ് ഹാവ് ഹെർ ഓൺ വേ. അവൾക്ക് അവളുടേതായിട്ടുള്ള വഴി. അപ്പോൾ ഷീ വുഡ് ഹാവ് ഹെർ ഓൺ വേ, ഉണ്ടാവും. അവൾക്ക് അവളുടെ വഴി ഉണ്ടാകും. ഷീ വുഡ് ഹാവ് ഹെർ ഓൺ വേ. അപ്പോൾ അവിടെ വുഡ് ഹാവ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, എന്തിനാ വേണ്ടി ഉപയോഗിച്ചു? ഡിറ്റർമിനേഷൻ. അടുത്തത് ഒരു കസ്റ്റമറി ആക്ഷൻ. ആഫ്റ്റർ ഡിന്നർ ദി സ്റ്റുഡൻസ് വുഡ് സിറ്റ് ഇൻ ദി കോമൺ റൂം ആൻഡ് ചാറ്റ് ഫോർ എ വൈൽ. അപ്പോൾ ഇതൊരു കസ്റ്റമറി ആക്ഷനാണ്. എങ്ങനെ? ആഫ്റ്റർ ഡിന്നർ ദി സ്റ്റുഡൻസ് വുഡ് സിറ്റ് ഇൻ ദി കോമൺ റൂം ആൻഡ് ചാറ്റ്. അങ്ങനെ ചെയ്യും. സാധാരണ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ കോമൺ റൂമിൽ നിന്ന് അവർ ചാറ്റ് ചെയ്യുന്നു കുറച്ച് സമയം, ഫോർ എ വൈൽ. ആ രീതിയിൽ നമ്മൾ കസ്റ്റമറി ആക്ഷൻ ഉപയോഗിക്കുന്നു. ഫിഫ്ത്ത് വണ്ണോ, വിഷ്. ഐ വുഡ് നോ വാട്ട്സ് മൈ ഡ്യൂട്ടീസ്. ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് നോ വാട്ട് മൈ ഡ്യൂട്ടീസ്. എൻ്റെ ജോലി എന്താണെന്ന് എനിക്കറിയണം, അല്ലെങ്കിൽ ഞാനത് അതിനാഗ്രഹിക്കുന്നു. വുഡിന് പകരം വുഡ് ലൈക്ക് ഉപയോഗിക്കാം. ഐ വുഡ് ലൈക്ക് ടു നോ. ഐ വുഡ് ലൈക്ക് ടു നോ വാട്ട് മൈ ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ ഐ വുഡ് നോ വാട്ട് മൈ ഡ്യൂട്ടീസ്. നെക്സ്റ്റ് ആറാമത്തത് പൊളൈറ്റ് റിക്വസ്റ്റ്. വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് കോഫി. വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് കോഫി എന്നോ വുഡ് യു പ്ലീസ് ലൈക്ക് എ കപ്പ് ഓഫ് കോഫി എന്നോ പറയാം. അത് പൊളൈറ്റ് റിക്വസ്റ്റ്. അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് ഷോ മീ ദി വേ ടു ദി റെയിൽവേ സ്റ്റേഷൻ ഓർ ദി വേ ടു ദി പോസ്റ്റ് ഓഫീസ് ഓർ ബസ് സ്റ്റാൻഡ്, അങ്ങനെയൊക്കെ ചോദിക്കാൻ. വുഡ് യു പ്ലീസ് പോസ്റ്റ് ദിസ് ലെറ്റർ ഫോർ മീ. അങ്ങനെയൊക്കെ ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത എന്താണ്? ഏഴാമത്തത് ഇമ്പോസിബിൾ ഓർ ഇംപ്രൂവബിൾ കണ്ടീഷൻ.
ഇമ്പോസിബിൾ അസാധ്യമായ ഒരു കാര്യം, അതായത് വുഡിൻ്റെ പ്രയോഗം നമുക്കറിയാമല്ലോ. ദർ ആർ 3 കണ്ടീഷൻ ക്ലാസ്സസ്, ഈ ക്ലാസ്സസ് ലൈക്ലി കണ്ടീഷൻ, അൺലൈക്ലി കണ്ടീഷൻ ആൻഡ് ഇമാജിനറി കണ്ടീഷൻ. അതിൽ ലൈക്ലി കണ്ടീഷൻ എക്സാമ്പിൾ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ഇൻ ദി എക്സാമിനേഷൻ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ഇൻ ദി എക്സാമിനേഷൻ. അപ്പോൾ പ്രസൻറ്റ്, ഇവിടെ ഫ്യൂച്ചർ വിൽ. ദെൻ ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ഇൻ ദി എക്സാമിനേഷൻ. അവിടെ പാസ്റ്റ് വില്ലിൻ്റെ പാസ്റ്റ് ഫോം ഉപയോഗിച്ചു, വുഡ്. ഇപ്പോൾ കണ്ടീഷൻ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് മെയിൻ ക്ലാസ്സിൽ എന്ത് ഉപയോഗിക്കുന്നു? പ്രസൻറ്റ് ഉപയോഗിച്ചാൽ വിൽ ഉപയോഗിക്കുന്നു, പാസ്റ്റ് ഉപയോഗിച്ചാൽ വുഡ് ഉപയോഗിക്കുന്നു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നെങ്കിലോ, ഇഫ് യു സ്റ്റഡീഡ് വെൽ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ് ഇൻ ദി എക്സാമിനേഷൻ ഓർ ഷുഡ് ഹാവ് പാസ്ഡ് ഇൻ ദി എക്സാമിനേഷൻ. വുഡ് ഹാവ്, ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നു പാസ്റ്റ് പെർഫെക്റ്റ് മെയിൻ ക്ലാസ്സിൽ വന്നാൽ. അപ്പോൾ ഇതേ രീതിയിൽ ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. ഇഫ് ഐ വെയർ എ കിങ് ഐ വുഡ് മേക്ക് യു എ ക്യൂൻ. ഞാനൊരു രാജാവായി ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഐ വുഡ് മേക്ക് യു എ ക്യൂൻ. ഞാൻ എന്നെ ഒരു, അപ്പോൾ അത് ഒരു അൺലൈക്ലി കണ്ടീഷനാണ്. അപ്പോൾ അൺലൈക്ലി കണ്ടീഷൻ, ഇഫ് യു വെയർ എ കിങ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണ്? ഐയുടെ കൂടെ വേർ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം ഇതാണ്. വുഡ് കണ്ടീഷൻ ക്ലാസ്സിൽ ഇഫ് കണ്ടീഷൻ ക്ലാസ് ഉപയോഗിക്കുമ്പോൾ ഐയോട് കൂടെ വേർ ഉപയോഗിക്കുന്നു. അല്ലാതെ നമുക്കിന്നും ഐയോട് കൂടെ വേർ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നില്ല. ഇഫ് ഐ വെയർ എ കിങ് ഐ വുഡ് മേക്ക് യു എ ക്യൂൻ. ഇനി വുഡിൻ്റെ കൂടെ വേറെ പ്രയോഗം, വുഡ് റാദർ എന്നും പറഞ്ഞൊരു പ്രയോഗമുണ്ട്. അതിന് വേണ്ടിയാണ്, ഒരു കമ്പാരിസന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇഫ് യു വുഡ് go in a taxi rather you would rather go in a taxi you will miss the train എന്ന് പറയുന്ന പോലെ വുഡിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു കേസാണ് എന്ത്? വുഡ് റാദർ എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ വുഡ് ഹാവ് എക്സ്പ്രസ്ഡ് ഈ രീതിയിലൊക്കെ നമുക്ക് അതിനെ വിലയിരുത്താൻ പറ്റും. അപ്പോൾ ഒരു പ്രിഫറൻസിന് വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? വുഡ് റാദർ ഉപയോഗിക്കാം. യു വുഡ് റാദർ ഗോ ഇൻ എ ടാക്സി ദാൻ ബൈ ബസ്. അപ്പോൾ നിങ്ങൾ ടാക്സിയിൽ പോകുന്നതായിരിക്കും നല്ലത് ഇതിനേക്കാൾ, ബസ്സിൽ പോകുന്നതിനേക്കാൾ. അപ്പം യു വുഡ് റാദർ ഗോ ഇൻ എ ടാക്സി ദാൻ ബൈ ബസ്. പിന്നല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഷീ വുഡ് റാദർ ഡൈ റാദർ മരിക്കും. മോനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വുഡുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ ഇതാണ് വുഡിൻ്റെ പ്രയോഗം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരും, ഷാല്, ഷുഡ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.